സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മനുഷ്യ സമൂഹത്തെ അള്ളാഹു ഒതുക്കിക്കളയും. അള്ളാഹു എന്താക്കും? 3 കാര്യങ്ങളെ കൊണ്ട് ഒതുക്കിക്കളയും. 3 കാര്യം ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം ഒതുങ്ങൂലായിരുന്നു. അതാണ് ഇന്നലെ പറഞ്ഞു വെച്ചത്. ഒന്ന് ഫഖർ, മറ്റൊന്ന് രോഗം, മറ്റൊന്ന് മൗത്ത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ ധിക്കാരിയായ ഖാറൂനെ കുറിച്ചിട്ടാണ് ഇന്നലെ പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ ഖാറൂനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്, സക്കാത്ത് കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്. സക്കാത്ത് കൊടുക്കണം, സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഖാറൂന് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് പോയിട്ട് ചർച്ച ചെയ്തു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, സക്കാത്ത് കൊടുക്കണം. ഓരോ 1000 ദീനാറിന് പകരം 1 ദീനാർ എന്താക്കണം? സക്കാത്ത് കൊടുക്കണം. അതേപോലെ നിന്റെ കയ്യിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട്, ഓരോ സാധനത്തിനും 1000 സാധനത്തിന് 1 സാധനം, അല്ലെങ്കിൽ 1000 ആടുണ്ടെങ്കിൽ 1 ആട് എന്താക്കണം? സക്കാത്ത് കൊടുക്കണം. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആ ഉമ്മത്തികൾക്കുള്ള വിഷയമാണ് പറഞ്ഞത്. അങ്ങനെ അവൻ വീട്ടിൽ പോയി അവന്റെ എല്ലാ സമ്പത്തും കണക്കെടുത്ത് നോക്കുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട സമ്പത്ത് അത് വലിയ ഒരു നാട്ടിലുള്ള ഒരു കൂമ്പാരമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ അവൻ ചിന്തിച്ചു, ഇതെല്ലാം ഞാൻ സക്കാത്ത് കൊടുക്കണ? ഇത്രയും വലിയ ഒരു നാടന്നെ, ഒരു റായമെ സക്കാത്തിന്റെ സമ്പത്തായിട്ട് അവിടെ കാണുന്നു. അപ്പോൾ അവൻ ചിന്തിച്ചു, ഇത്രയും പൈസ ഞാൻ എന്താക്കണം? കൊടുക്കണ, സക്കാത്ത് കൊടുക്കണ. അങ്ങനെ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽക്കാരെ വിളിച്ച്, ആ നാട്ടിലെ ബനു ഇസ്രായേൽക്ക് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, യാ ബനി ഇസ്രായേൽ, ഇന്ന മൂസ ഖദ് അമറക്കും ബികുല്ലി ഷൈഇൻ, എല്ലാ സാധനത്തിനും സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം കൽപ്പിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്, എല്ലാ സാധനത്തിനും സക്കാത്ത് കൊടുക്കണമെന്ന്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി, നിങ്ങളെ സമ്പത്തിലെ വലിയൊരു ഓഹരി പിടിച്ചെടുക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം ശ്രമിക്കുന്നുണ്ട് എന്ന് ആ ബനു ഇസ്രായേൽക്കാരോട് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, നിങ്ങൾ എന്താണ്? ഖാറൂനോട് പറഞ്ഞു, നീ എന്താണ് കളിപ്പിക്കുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുതലാളി നീയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആൾ നീയാണ്. അന്ത കബീറുന വഅന്ത സയ്യിദുന, നീ ഞങ്ങളുടെ നേതാവാണ്. ഫമുർനാ ബിമാ ശിഅ്ത, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് ഖാറൂന്റെ ആളുകൾ ഖാറൂനോട് പറഞ്ഞു. അപ്പോ അവൻ പറഞ്ഞു, എങ്കിൽ ഒരു വിഷയം പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? വെറും തെമ്മാടിച്ചിയായ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ അടുത്തേക്ക് പോകണം. അവൻ പറഞ്ഞു കൊടുക്കുന്ന തന്ത്രം അനുയായികൾക്ക്, നിങ്ങൾ പോകണം, പോയിട്ട് അവളോട് പറയണം, നിനക്ക് എന്ത് വേണം, സമ്പത്തായിട്ട് എന്ത് വേണം, അത് തരാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിവായത്ത് ഹദീസ്, ആ പെണ്ണിന്റെ അടുത്ത് പോയി നീ പറയണം, നിനക്ക് എന്ത് വേണം അത് തരാം, പക്ഷെ എന്ത് ചെയ്യണം? മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചിട്ട് ഒരു വേണ്ടാത്ത വ്യഭിചരിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം എൻ്റെ അടുത്തേക്ക് വന്നു, ഞാനുമായിട്ട് വ്യഭിചരിച്ചു, വേണ്ടാത്ത ചെയ്തു. ഈ ഒരു അഭിപ്രായം നാട്ടിൽ മുഴുവൻ എന്താക്കണം? പരത്തണം. മൂസാ നബിയെ കുറിച്ച് ഏഷണി പറയണം, കള്ളം പറയണം എന്ന് ആ പെണ്ണിനോട് ഖാറൂന്റെ ആളുകൾ പോയിട്ട് പറഞ്ഞു. അങ്ങനെ അവൾ പറഞ്ഞു, പറയാമെന്ന്. എന്താക്കി അവൾ പറഞ്ഞു, ഞാൻ പറയാം, വരാം. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഞാൻ എന്താക്കാം, ഇങ്ങനത്തെ വാദം പറയാമെന്ന് ആ പെണ്ണ് ഏറ്റെടുത്തു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാമെന്ന് പെണ്ണ് ഏറ്റെടുക്കുകയും അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വേണ്ടി ആ പെണ്ണ് ശ്രമിച്ചു. അങ്ങനെ നേരെ ഫിർഔന് തിരിച്ചു പോയിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറഞ്ഞു, മൂസാ നബിയെ, ആളുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, അവരോട് എന്താക്കണം? നീ വാല് പറഞ്ഞു കൊടുക്കണം, ഉപദേശം പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളുടെ അടുത്തേക്ക്, ബനു ഇസ്രായേൽ അടുത്തേക്ക് വന്നിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് പറഞ്ഞു. ആരെങ്കിലും തെറ്റ് ചെയ്താൽ, അള്ളാഹു തആല പൊരുത്തപ്പെടാത്ത ആരെങ്കിലും ചെയ്താൽ
അവർക്ക് എന്താക്കണം? ശിക്ഷ നടപ്പിലാക്കണം. ആരെങ്കിലും സിന ചെയ്താൽ ആ സിന ചെയ്ത വ്യക്തി മങ്ങിൽ ആവാത്തവനാണെങ്കിൽ അവനക്ക് എന്താക്കണം? 100 അടിയടിക്കണം. അതേ സമയത്ത് ആ സിന ചെയ്ത ആള് ഒരു മങ്ങലായ ആളാണെങ്കിൽ അവനെന്താക്കണം? എറിഞ്ഞു കൊല്ലണം. ഈ ഉപദേശങ്ങളെല്ലാം അവിടെന്ന് പറഞ്ഞപ്പോൾ ഖാറൂന് മൂസാ നബി അലൈഹി ഇസ്ലാമോട് ചോദിച്ചു, അല്ല മൂസ, ഈ പണി നീ ചെയ്തതാണെങ്കിൽ, ഈ വേണ്ടാത്ത പണി നീ ചെയ്തതാണെങ്കിൽ നിനക്ക് ശിക്ഷയില്ലേ? അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാൻ സിന ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വേണ്ടാ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ നടപടി സ്വീകരിക്കണം. ഞാൻ വേണ്ടാ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താക്കണം? ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കണമെന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോൾ അപ്പോ അവൻ പറഞ്ഞു, ഖാറൂന് പറഞ്ഞു, അല്ല മൂസാ നബിയെ, ഇവിടെയുള്ള ആളുകളെല്ലാം പറയുന്നുണ്ട്, അന്നക, നിശ്ചയം നീ ഇന്ന പെണ്ണുമായിട്ട് വ്യഭിചരിച്ചിട്ടുണ്ട്, വേണ്ടാത്ത ചെയ്തിട്ടുണ്ട്, ഇവിടെയുള്ള ആളുകളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എങ്കിൽ ആ പെണ്ണിനെ വിളിക്കൂ. ഞാൻ ഏത് പെണ്ണുമായിട്ടാണ് വ്യഭിചരിച്ചത്, ഏത് പെണ്ണുമായിട്ടാണ് ഞാൻ വേണ്ടാത്തത് ചെയ്തത്, ആ പെണ്ണിനെ വന്ന് ഇങ്ങോട്ട് വിളിക്കൂ. കാലത്ത് അവൾ പറയുകയാണെങ്കിൽ, അവൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ വന്ന് വിളിക്കൂ. അങ്ങനെ ആ പെണ്ണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ എത്തിയപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, യാ ഫുലാന, ഓ പെണ്ണെ. ആ പെണ്ണിനെ വിളിച്ചു. അപ്പോൾ കാലത്ത് യാ ലബ്ബൈക, ഓ മൂസാ നബിയെ, നിങ്ങളെ വിളിക്ക്, ഞാൻ ഉത്തരം ചെയ്തിട്ടുണ്ട് എന്ന് ആ പെണ്ണ് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അന ഫഅൽതു ബികി മാ യഖൂലു ഹഉലാഇ, പെണ്ണെ, ഈ ബനു ഇസ്രായേൽക്കാർ പറയും പോലെ നീയുമായിട്ട് ഞാൻ ഹറാമ് ചെയ്തിട്ടുണ്ടാ, നീയുമായിട്ട് വേണ്ടാതെ ഞാൻ ചെയ്തിട്ടുണ്ടാ, നീ പറയണം. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, ലാ, നിങ്ങൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരിക്കലും വേണ്ടാത്ത ചെയ്തിട്ടില്ല. പിന്നെയോ കാറൂണിന്റെ ആളുകൾ എന്റെ അടുത്ത് വന്ന് വലിയ സംഖ്യ തരാം, നിനക്ക് വേണ്ടത് തരാം, നീ ഇങ്ങനെ പറയണമെന്ന് ഇവർ പറഞ്ഞതാണ്. അതേ സമയത്ത് നിങ്ങളുമായിട്ട് ഒരു ഹറാമും നടന്നിട്ടില്ല. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനിക്ക് വല്ലാത്ത ദുഃഖമായി പോയി. കാരണം ഈ ഇത്രയും ആളുകളെ മുമ്പില് ഇന്ന പെണ്ണുമായിട്ട് ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് എന്റെ കാര്യം ഈ ഖാറൂന് പറഞ്ഞല്ലോ എന്ന് വല്ലാത്ത ദുഃഖമായി. ആ സ്ഥലത്ത് വെച്ച് തന്നെ മൂസാ നബി സുജൂദിൽ വീണു, പടച്ച റബ്ബിനിക്ക് സുജൂദിൽ വീണു. കാരണം എന്നെ ഫളീഹത്താക്കാൻ വേണ്ടി ശ്രമിച്ച ഈ ഖാറൂന് തന്നെ ഫളീഹത്തായി പോയല്ലോ, ഈ ഖാറൂനിന്റെ മുമ്പിൽ ആ പെണ്ണ് സത്യം പറഞ്ഞല്ലോ എന്ന് മനസ്സിലാക്കി മൂസാ നബി അലൈഹി ഇസ്ലാം സുജൂദ് ചെയ്തു. വഹുവ ബൈനഹും, അവരെ മുമ്പിൽ തന്നെ. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് അല്ലാഹു വഹി അറിയിച്ചു, നീ ഉള്ള ഭൂമിയോട് നീ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കൽപ്പന നീ എന്താ കൽപ്പിക്കുക, ഭൂമിയോട് എന്ത് നിനക്ക് ഉദ്ദേശമുണ്ട് അത് നീ എന്താക്ക് കൽപ്പിക്കുക. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ അർഖുദിഹിം, ആ ഖാറൂനെയും അവന്റെ ആളുകളെയും നീ എന്താക്കണം? പിടിച്ച് മിതുങ്ങണമെന്ന്, ഭൂമിന്റെ പള്ളയിൽ ആക്കണമെന്ന് ഭൂമിയോട് എന്താക്കി? മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. അങ്ങനെ ഫഅഖദതുഹും, ആ ഭൂമി എന്താക്കി? പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ആ ഭൂമി അവരെയും അവരുള്ള വീടുകളെയും അവന്റെ ആളുകളെയും, ഖാറൂനെയും ഖാറൂന്റെ വീടിനെയും ഖാറൂന്റെ ആളുകളെയും ആ ഭൂമി എന്താക്കി? മുഴുങ്ങിത്തിന്നു. അങ്ങനെ അവന്റെ ജരിയാന് വരെ ഭൂമി എന്തായി? ആണ്ടുപോയി. അപ്പോൾ പറഞ്ഞു, യാ മൂസ എന്ന് പറഞ്ഞു. പിന്നെയും മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇല്ല, അവൻ എന്താക്കണം? ഇതുങ്ങണം, മുട്ടുവരെയും കഴുത്തുവരെയും അതാ ഭൂമി എന്താക്കി? നീങ്ങിപ്പോയി. അപ്പോഴും മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇല്ല, അവൻ ഇനി ബാക്കിയാകാൻ പാടില്ല,
അവൻ പാഠം പഠിക്കണം, ഇവിടെയുള്ള ആളുകളും പാഠം പഠിക്കണം. കാരണം എന്നെ കൊണ്ടുള്ള ആരോപണം ചെറിയ ആരോപണമൊന്നല്ല. ഞാൻ നബിയായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യുകയാണ്. ആ സമയത്ത് ഈ സക്കാത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ ഇവൻ ഈ നിലയ്ക്ക് എന്നെ ഫളീഹത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമിയെ അവന് ഫുള്ളായിട്ട് എന്താക്കണം, മിതുങ്ങണം എന്ന് ഭൂമിയോട് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇത് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. ആ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് അങ്ങനത്തെ ആക്ഷേപങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭൂമിയോട് പറഞ്ഞപ്പോ ഖസഫ്നാ ബിഹി, അവനെ കൊണ്ട് ഞങ്ങൾ എന്താക്കി, ഭൂമിയെ മിതുങ്ങാൻ പറഞ്ഞു. ഒബിദാരിഹിൽ അർള, അവൻ ഇരിക്കുന്ന പാർക്കുന്ന അവന്റെ വീടിനെയും അല്ലാഹു തആല ഭൂമിയോട് മിതുങ്ങാൻ വേണ്ടി പറഞ്ഞു. ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസിരീൻ. അവന്റെ ആളുകൾക്കോ അവനിക്കോ സഹായിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഭൂമിയിൽ ആണ്ടുപോയി. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അവൻ ആണ്ടുപോകുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്തിന് കുറച്ചും ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പൂർത്തീകരിക്കാനും പഠിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മുഹമ്മദ് ഉസ്താദിന്റെ ഉമ്മ ഇന്ന് 4 മണിക്ക് മരിച്ചുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മമാർക്ക് ഖിദ്മത്ത് ചെയ്ത ആളുടെ കൂട്ടത്തിൽ ഞാൻ കണ്ടത് മുഹമ്മദ് ഉസ്താദ്. അത്രയും ഒരു ഖിദ്മത്ത് ചെയ്തത് ഈ അടുത്ത കാലത്ത് ഞാൻ അത്രയും ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തു. ആ ഖിദ്മത്തിന്റെ കാരണം കൊണ്ട് അയാൾക്ക് വലിയൊരു ഇസ്സത്ത് അല്ലാഹു കൊടുത്തു. ഈ അടുത്ത കാലത്ത് അയാൾക്കും അയാളെ ഭാര്യക്കും ഒരു മോൾക്കും ആ ഉമ്മനെയും കൂട്ടിക്കൊണ്ട് ഉംറക്ക് പോകാൻ കഴിയും. അയാളെ സംബന്ധിച്ച് നോക്കുന്നെങ്കിൽ അയാളെ ഡ്യൂട്ടിയും അവസ്ഥ നോക്കും. സുബ്ഹാനല്ലാഹ്, അയാളെ നടക്കുക, അയാൾക്ക് ഇന്ന് ഫുഡും അയാളെ പോലെയുള്ള വ്യവസ്ഥ, ആ മക്കൾക്കെല്ലാം പഠിപ്പിക്കുന്ന വ്യവസ്ഥ നോക്കിയെങ്കിൽ വലിയൊരു പണക്കാരനെ പറയും. എന്തുകൊണ്ട്? ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്ത കാരണം കൊണ്ട് വലിയ കാരുണ്യം ചെയ്തു. ഉമ്മ എങ്ങത്തോളാണെങ്കിലും ആ ഉമ്മക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം, ഉമ്മക്ക് വേണ്ടി സേവനം ചെയ്യണം. ഇനി ഉമ്മ കാഫിറാണെങ്കിലും ദുനിയാവിന്റെ എല്ലാ സേവനവും ആ ഉമ്മക്ക് ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാഷാ അല്ലാഹ്, നല്ല ഒരു ഇബാദത്ത് കാർത്തിയാണ്. ഇന്ന് അത്തായത്തിന് സമയത്ത്, തഹജ്ജുദിന്റെ സമയത്ത് നമ്മൾക്ക് ആ ഉമ്മ നമ്മളുടെ വിട പറഞ്ഞു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ഖബർ ജീവിതം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. മരിച്ചു പോയ ഞങ്ങളുടെ ഉമ്മയുടെയും ആരുടെ എല്ലാം ഉമ്മ ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ആ ഉമ്മ ബാപ്പയുടെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിപ്പുള്ള ഉമ്മ ബാപ്പക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മ ബാപ്പയുടെ പൊരുത്തം സമ്പാദിച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.